എൻ്റെ കരിയർ ആരംഭിക്കുന്നത് ഞാൻ ഫോട്ടോഗ്രാഫറായിട്ടാണ്. ഫോട്ടോഗ്രാഫി പഠിച്ചു, കുറേശ്ശെ സ്റ്റുഡിയോകളിൽ നിന്നിട്ട് പഠിച്ച് അവരുടെ എടുപ്പുകളും ഇതൊക്കെ എൻ്റെ മനസ്സിൽ വേറിട്ട് ചില ചിന്തകളൊക്കെ തുടങ്ങി. ഫോട്ടോഗ്രാഫി പരിശീലനം കൂടിക്കൊണ്ടിരിക്കുന്ന നേരത്ത് തന്നെ ഞാൻ അതിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ഈ വെറുതെ നിർത്തി സ്റ്റിൽ എടുക്കുന്ന ആ ഒരു ഫോട്ടോകളോട് എനിക്ക് താല്പര്യം കുറഞ്ഞ് അവർ നടക്കുമ്പോഴും അവരുടെ ചലനങ്ങളിലൂടെ സ്റ്റില്ലാക്കി എടുത്തിട്ട് ആണ് ഞാൻ ഫോട്ടോഗ്രാഫിയെ കുറച്ച് പേരുണ്ടാക്കിയത്. എറണാകുളത്ത് ഞാൻ ഈസ്റ്റ്മാൻ സ്റ്റുഡിയോ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് ഒരുപാട് വർക്കുകൾ അത്തരത്തിൽ കിട്ടി. അന്ന് കൊച്ചിയിൽ, അല്ലെങ്കിൽ കൊച്ചിയിലത്തെ എറണാകുളത്ത് ഈ മോഡൽ ഫോട്ടോഗ്രാഫിക്ക് അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം പല പരസ്യ കമ്പനിക്കാർക്ക് വേണ്ടിയിട്ട് മോഡൽ ഫോട്ടോഗ്രാഫി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് അവർ പറയുന്ന ഒരു ചിത്രം അല്ലെങ്കിൽ മോഡലിന് വേണ്ടിയിട്ട് എൻ്റെ മാതിരി ആവണമെന്ന് പറഞ്ഞാൽ അത് പിന്നെ ഞാൻ എൻ്റെ മനസ്സിലിട്ടിട്ട് എനിക്കൊരു ഐഡിയ ഉണ്ടാക്കിയെടുത്തിട്ട് അത് ഞാൻ പ്ലേ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കൊള്ളാം, നന്നായിരുന്നു. അങ്ങനെ എൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന വിധത്തിലുള്ള കുറേ വർക്കുകൾ ഞാൻ ചെയ്തു. ആ കാലഘട്ടത്തിൽ എനിക്ക് 4 സുഹൃത്തുക്കളെ കിട്ടി. അത് അന്നത്തെ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന ആർട്ടിസ്റ്റ് കിത്തോ, അദ്ദേഹത്തിന് എം ജി റോഡിൽ ഒരു ചെറിയ ഓഫീസുണ്ട്. ഞാൻ ഇടയ്ക്ക് അവിടെ പോകും, പല കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. കിത്തോ നല്ലൊരു സുഹൃത്താണ്. അത് അവിടെ വെച്ച് ഞാൻ പരിചയപ്പെട്ട 2 വ്യക്തികളാണ്. കലൂർ ഡെന്നീസ്, ഒന്ന് ജോൺ പോൾ അന്ന് കാനറ ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. ഇത് കഴിഞ്ഞാൽ നേരെ അവിടെ വരും. അങ്ങനെ ഞങ്ങളൊക്കെ പരിചയപ്പെട്ടു. കലൂർ ഡെന്നീസ് അന്ന് ചിത്രപൗർണമി ഇതൊരു വാരിക നടത്തുന്നത് സിനിമ സംബന്ധിയായിട്ട്. ഇങ്ങനെ എൻ്റെ അടുത്ത് ഞാൻ സിനിമ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യും. ഇങ്ങനെയൊക്കെയായി കഴിഞ്ഞ് പിന്നീട് എൻ്റെ ജ്യൂസ് സ്ട്രീറ്റിലാണ് ഞാൻ ആദ്യം ഈസ്റ്റ്മാൻ സ്റ്റുഡിയോ തുടങ്ങിയത്. അപ്പോൾ ബാഗ് കയറി കഴിഞ്ഞാൽ ജോൺ പോൾ അവിടെ വരും. പിന്നെ ഞാനും ജോൺ പോൾ കൂടി ചിലപ്പോൾ കൊച്ചിൻ ഫിലിം സൊസൈറ്റിയുടെ പടങ്ങൾ കാണാൻ പോകും. അവാർഡ് പടങ്ങൾ, സൊസൈറ്റി കളിക്കുന്ന പടങ്ങൾ, ബെർഗ്മാൻ്റെയും ആന്ധ്രവേദ, അങ്ങനെ പല പടങ്ങൾ കാണാൻ പോകും. അപ്പോൾ അതിനോടൊക്കെ താല്പര്യം തോന്നി ഞാൻ അതിൻ്റെ ടേക്കിങ് ഇങ്ങനെയൊക്കെ വന്ന് മനസ്സിൽ കുറിക്കും. ലൈറ്റില്ലാതെ വിപിൻദാസ്, ബക്കറിന്റെ മണിപ്പുഴക്കം എന്ന് പറഞ്ഞ പടം ഷൂട്ട് ചെയ്തമാരെയൊക്കെ എടുക്കാൻ പറ്റുമെന്നൊക്കെ ആലോചിക്കും. തിരിച്ചു വന്നിട്ട് ഞാൻ ചിലപ്പോൾ ഒരു ദിവസം ഞാനൊരു സബ്ജക്റ്റ്, ഒരു ചെറിയ സബ്ജക്റ്റ് എൻ്റെ മനസ്സിൽ കൊണ്ടപ്പോൾ ഞാനത് ജോണിനോട് പറഞ്ഞപ്പോൾ ജോണത് സ്ക്രിപ്റ്റ് രൂപത്തിലാക്കി. ജോൺ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ സത്യജിത്രയുടെയും ബെർഗ്മാൻ്റെ ഒക്കെ സ്റ്റൈലൊക്കെ ആയിട്ട് ഉള്ള മനസ്സിലിപ്പോഴും അതാണ്. കമേഴ്സ്യൽ സിനിമയില്ല. അപ്പോൾ ഈ ഞങ്ങളുടെ ഒരു ഐഡിയ പറഞ്ഞപ്പോൾ കാശ് മുടക്കാൻ തയ്യാറാകുന്ന പ്രൊഡ്യൂസർ നമ്മുടെ സുഹൃത്താണ്, ഭയങ്കര ബിസിനസ് മാനാണ്. അതേ സമയത്ത് അങ്ങനെ പറഞ്ഞു, തുടങ്ങിക്കോ നിങ്ങൾക്ക് എന്താണെങ്കിൽ തരാം എന്ന് പറഞ്ഞു. ഞാൻ ക്യാമറമാൻ ബിപിൻദാസ് എറണാകുളത്തുള്ളപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ ജോൺ പോള് ഒക്കെ വേണ്ടി ഞങ്ങൾ അപ്പം ഈ പ്രൊഡ്യൂസറുടെ പറഞ്ഞൊരു ഹോട്ടലിൽ റൂമൊക്കെ എടുത്തു വന്നു. റൂമൊക്കെ എടുത്ത് വന്നിട്ട് ഞങ്ങൾ ചർച്ച തുടങ്ങി. ഞങ്ങൾ അങ്ങനെ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് സിനിമയെ കുറിച്ചൊരു ഐഡിയ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കണേ. ലാസ്റ്റ് വൈകുന്നേരമൊക്കെ പ്രൊഡ്യൂസർ വൈകുന്നേരം വരെ വന്നില്ല. അങ്ങനെ റപ്പായിട്ട് ഒരാളെ വിട്ടിട്ടുണ്ട്. എന്താണ് അവർക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പം എനിക്ക് തോന്നി അങ്ങനത്തെ ഒരു പ്രൊഡ്യൂസറല്ല എനിക്ക് വേണ്ടത്. എന്നോടൊപ്പം നിന്ന് ആ കാര്യങ്ങളിൽ എന്നോടൊപ്പം സഹകരിച്ച് സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾ വേണം. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ വരാതിരുന്നത് ശരിയായില്ല, അല്ല എനിക്ക് എപ്പോഴും വരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, അങ്ങനൊരു സിനിമ അല്ല എൻ്റെ മനസ്സിൽ. അങ്ങനെ സ്വാഭാവികമായിട്ടും അല്ല. അപ്പോൾ ഞാനങ്ങനെ തളർത്തിയിട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതേ സമയത്ത് ഞാനിതിൽ മനസ്സിൽ കണ്ടിരുന്ന ഒരു നടി ശോഭയാണ്. അപ്പം ശോഭ ആ ഇടയ്ക്ക് ഒരു ആത്മഹത്യ ചെയ്ത് സംഗതി ശോഭയില്ലാതെ അങ്ങനെ ആ സബ്ജക്റ്റ് അവിടെ ഇട്ടു. അത് വെറുതെ തോന്നിയൊരു സബ്ജക്റ്റാണ്, അതവിടെ ഇട്ടു. ഞാൻ അപ്പോൾ ആ സമയത്ത്
എനിക്കവിടെ ന്യൂ സ്ട്രീറ്റിലുള്ള എൻ്റെ സ്റ്റുഡിയോയിൽ സൗകര്യങ്ങൾ പോരാത്തതുകൊണ്ട് കലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ നിലയ്ക്ക് അതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് ആ പ്രദേശത്ത് ഒരു സംഭവമാണ്. കാരണം സോമൻ, ജയഭാരതി, ശങ്കരാടി, സുകുമാരി തുടങ്ങിയുള്ള താരങ്ങളും ഒപ്പം തന്നെ KG ജോർജ്, JC, പത്മരാജൻ, കാർട്ടൂണിസ്റ്റ് യേശുദാസ് എന്ന് നമ്മുടെ സുഹൃത്തുക്കളൊക്കെയാണ്, അതിൻ്റെ സുഹൃത്തുക്കളായ ഇവരൊക്കെയാണ് അന്ന് ഉദ്ഘാടനത്തിന് വന്നത്. അപ്പോൾ ഇതിൽ നായകനായിട്ട് ഒരു നടൻ വേണം. അതിനുവേണ്ടി ജോൺ പോൾ ഒരാളെ സാധിക്കും. കലാമണ്ഡല കൃഷ്ണനായരുടെയും പത്മശ്രീ കലാമണ്ഡല കൃഷ്ണനായരുടെയും കലാമണ്ഡലം കല്യാൺ വിദ്യയുടെ മകനായ ബാബു, അദ്ദേഹം ഒരു നാടക നടനാണ്. കലാശാല എന്നൊരു നാടക ഗ്രൂപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇത്രയും വിളിപ്പിച്ചു. അദ്ദേഹം അതുകൊണ്ട് അത് ഓക്കെ. അദ്ദേഹമാണ് ആദ്യമായിട്ട് ആ സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നതാണ്. എൻ്റെ ആ സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കുന്നത് സ്മിത എന്ന പെൺകുട്ടി. സ്മിതയുടെ ആദ്യ മിത്രം, സ്മിതയുടെ നായകനായിട്ട് വരുന്നത് ബാബുവാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തോട്ടുമുഖത്ത് ആലുവ YMC ക്യാമ്പ് സൈറ്റിലാണ് എൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ. അപ്പോൾ ഞാൻ വിപിൻദാസ് ക്യാമറ. അപ്പോൾ ലൈറ്റൊന്നും ഇല്ലാതെ അവൈലബിൾ ലൈറ്റിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു പാറ്റേൺ. ഒരു ഫ്ലഡ് ലൈറ്റ് ഞാൻ കൊണ്ടുപോയിട്ട് സ്റ്റുഡിയോ കൊണ്ടുപോയി അത് വെച്ചിട്ടാണ് ഈ ഉള്ള ലൈറ്റിന് ചില ഇത് കൊടുത്തത്. അങ്ങനെയാണ് ആ പടം പടം ഷൂട്ടിംഗ് പൂർത്തിയാക്കി. 2-10 ദിവസം കൊണ്ടൊക്കെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി. അതുപോലെ തന്നെ ആൾക്കാരൊന്നും കാണില്ല, അങ്ങനെ ഷൂട്ടിംഗ് കാണാൻ ആൾക്കാരൊന്നും വരില്ല. അതിന് വാഹനങ്ങളില്ല. ഏറ്റവും ചെലവ് കുറഞ്ഞിട്ടുള്ള രീതിയിലാണ് അത് ഷൂട്ടിംഗ് ചെയ്തത്. പക്ഷെ അത് കഴിഞ്ഞു കഴിയുമ്പോൾ അതില് ചില ആൾക്കാരെ ഡിസ്ട്രിബ്യൂഷന് വിതരണത്തിന് കഴിഞ്ഞപ്പോൾ ഇതൊരു ഉച്ചപ്പടം മാതിരി ഉണ്ടല്ലോ, അവാർഡാണല്ലോ ലക്ഷ്യം. അപ്പൊ എനിക്ക് അങ്ങനെ കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി. അവാർഡ് പടം പക്ഷെ ഒന്നുമില്ല അതില്. എന്തെങ്കിലും ജനങ്ങൾക്ക് വേണ്ടത് എന്തെങ്കിലും കഷ്ണങ്ങളൊക്കെ വേണ്ടേ? ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള പടം എനിക്ക് വേണ്ട, അതിൽ ഉച്ചപ്പട ജോലിയിൽ മതി. അപ്പൊ അത് എടുക്കാൻ ആൾക്കാർക്ക് വിഷമം. അങ്ങനെ ഒരു കൊല്ലത്തോളം ഇരുന്നു. അപ്പൊ ഈ പടത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് ഒരു തെറ്റ് സംഭവിച്ചു. അതും തെറ്റ് സംഭവിച്ചത് ഞാൻ ഇപ്പോഴല്ല എന്ന് അന്നും പറയാം, വിപിൻദാസിന് പറ്റിയൊരു തെറ്റാണ്. എനിക്കൊരു സീനില് ഈ പെൺകുട്ടി ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന ഒരു സീനുണ്ട്. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇവളിൽ നിന്ന് ഫോക്കസ് അവിടുത്തെ ജനലയുടെ തുരുമ്പെടുത്ത കമ്പിയിലേക്ക് മാറണം. ആ കമ്പി അയക്കണം, ആ തുരുമ്പെടുത്ത കമ്പി അയക്കണം ഭയങ്കര ഷാർപ്പായി കിട്ടുന്നത്. മറ്റൊന്ന് വളരെ ഔട്ട് ഓഫ് ബോക്സ് ആയിട്ട് അതിനുള്ളിൽ നിഴലുമാരി കണ്ടാൽ മതി. പക്ഷെ എടുത്തു വന്നപ്പോൾ ഈ കമ്പി ഷാർപ്പ് അകത്തുള്ള പെണ്ണും ഷാർപ്പായി പോയപ്പോൾ ആ സീൻ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നു. അത് ഇവിടെ പടത്തിൽ എന്താ അങ്ങനെയുള്ള സിനിമയെല്ലാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് ഏതോ ഡിസ്ട്രിബ്യൂട്ടർ കണ്ട് എഡിറ്ററായിട്ടൊക്കെ സംസാരിച്ച്, അപ്പൊ അക്കാലത്ത് ബിറ്റ് കയറ്റുന്ന ഒരു കാലഘട്ടം വന്നു. അപ്പൊ ബിറ്റായിട്ട് ഇയാളത് കേട്ടുകൊണ്ടൊന്നും എനിക്ക് വിശ്വാസമില്ലായിരുന്നു. പക്ഷെ പടം ഞാൻ തിയേറ്ററിൽ കളിച്ചപ്പോൾ കണ്ടത് ഈ കഷ്ണങ്ങളൊക്കെ ചേർത്തിട്ടാണ്. എന്റെ പടത്തിൽ അഭിനയിക്കാത്ത താരങ്ങളുടെ ബിറ്റുകളിലുണ്ട്. ഈ പെണ്ണ് ഞാൻ കുളിക്കട്ടെ എന്ന് പറഞ്ഞ് കുളിമുറിയിലേക്ക് പോയി വാതിലില്ല. പിന്നെ കുളിമുറിയിൽ കാണുന്ന സീനുകൾ വേറെ ഏതോ പടത്തിൽ വേറെ ആൾക്കാർ ബിറ്റുണ്ടാക്കി വെച്ച്. ഞാൻ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ പടത്തിന് ഭയങ്കര തിരക്കൊക്കെ ആൾക്കാർ കാണാൻ. 2 മാസം കഴിയുമ്പോൾ ഞാൻ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് പോയി പടം തിരിച്ചു മേടിച്ചു. എൻ്റെ പടം ഇങ്ങനെ കളിക്കേണ്ട ആവശ്യമില്ല, പടം ഓടിയിലും കുഴപ്പമില്ല, അവിടെ തിരിച്ചു മേടിച്ച് എൻ്റെ ഓഫീസിൽ ഇതിൻ്റെ പെട്ടികളൊക്കെ വെച്ചിരിക്കുക. അപ്പോൾ പലരും ഈ പെട്ടി മേടിക്കാൻ അങ്ങനെ അറിഞ്ഞിട്ട് പലരും വരാൻ തുടങ്ങി. നിങ്ങൾ കളിച്ചേക്കാം, നിങ്ങൾ കളിച്ച് കാശ് തരാം, തട്ടിപ്പിന്നലിൽ കഷ്ണമില്ലാതെ കളിച്ചേക്കുക എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആർക്കും കൊടുത്തില്ല. ആ സമയത്ത് കലൂർ ടെന്നീസ് പറഞ്ഞിട്ട് ജൂബിലി ജോയി എന്നവർ തുടക്കട്ടാണ് വന്നു സംസാരിച്ചപ്പോൾ ഞാൻ ജൂബിലിയിലേക്ക് ഒരു നല്ല കമ്പനിയാണല്ലോ ജൂബിലിയുടെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി കളിക്കാൻ പോയി. പിന്നെ അതിനുശേഷം അവസാനം വരെ അവരോട് കളിച്ചു തന്നു. ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ ഇതിന്റെ റിലീസിങ് കുറച്ച് നാൾ ഗ്യാപ്പ്, ഒരു കൊല്ലം കിടന്നില്ല. ആ സമയത്ത് എനിക്ക് അടുത്തൊരു പടം വന്നു. അപ്പൊ ആ പടത്തിനെ ആദ്യമായിട്ട് ഒരു കഥ പ്ലോട്ട് പറഞ്ഞത് SN സ്വാമി എന്ന് പറഞ്ഞ ആളാണ്. ഞങ്ങൾ കഥാർത്ഥമൊന്നല്ല, അങ്ങനെ ഒരു കഥയുടെ ത്രെഡ് പറഞ്ഞപ്പോ നിങ്ങളൊക്കെ ഞാനും ജോൺകുളൊക്കെ അത് കൊള്ളാം. അടുത്ത പടത്തിന് വേറെ പ്രൊഡ്യൂസറാണ്, എൻ്റെ പ്രൊഡ്യൂസർ പറയാം.
ആ കഥ അനുസരിച്ച് ഞങ്ങൾ കുറെ വർക്കൊക്കെ ചെയ്ത് ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ വേറൊരാളെ, ഒരു നാടകമൊക്കെ എഴുതി കഴിഞ്ഞ ഒരാളെ കൊണ്ട് ഡയലോഗ്സ് കഴിച്ച് അങ്ങനെ ഒരു സാധനം പ്ലാൻ ചെയ്ത് വരുമ്പോൾ മനസ്സിലായി ഇതേ സബ്ജക്റ്റ് മുമ്പ് 2 വന്നിട്ടുണ്ട്, 2 കമ്പനികൾ എടുത്തിട്ടുണ്ട്. അത് രണ്ടും പൊളിഞ്ഞ് പാളിസായപ്പെടാണ്. ചേസിന്റെ ഒരു നോവലാണ്, അതിൻ്റെ ഒരു കഷ്ണമാണ് ഈ പറഞ്ഞത്. അത് SS ആമിനോട് പറഞ്ഞത്. അതോടുകൂടി ആ സബ്ജക്റ്റ് മാറ്റി. പിന്നെ ആ പറഞ്ഞ ദിവസം പടം നടത്താൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തല്ലിമുട്ടി ഉണ്ടാക്കിയൊരു പടമാണ് വയൽ. അപ്പൊ ആദ്യത്തെ പടത്തിൽ ഞങ്ങൾ സുകുമാരൻ ജയഭാരതിയൊക്കെയാണ് പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്ത് വെച്ചത്. അതൊക്കെ മാറ്റി അവർക്ക് ഡേറ്റ് ഇല്ലാതെ വന്ന് പെടുന്നത് ഇതിനു വേണ്ടി സോമൻ, അന്ന് സോമൻ സൂപ്പർ സ്റ്റാറാണ്, സോമൻ സുകുമാരനാണ് അന്ന് സൂപ്പർ സ്റ്റാർ. അവർക്ക് അന്നത്തെ മാക്സിമം റേറ്റ് എന്ന് പറഞ്ഞാൽ 20,000 റുപ്പീസാണ് സോമൻ്റെ ഒക്കെ റേറ്റ്. സോമനാണെങ്കിൽ ഇതവിടെ ഒരു കഴിഞ്ഞുള്ള പേര് നിൽക്കണമെന്ന് അറിയാം. അങ്ങനെ വയൽ എന്നൊരു സബ്ജക്റ്റ്, അത് ഡെന്നീസാണ് ഒരു സബ്ജക്റ്റ് പറഞ്ഞത്. സബ്ജക്റ്റ് ഇതിന് പഴക്കമുള്ളതാണ്. പഴയ കാലത്തുള്ള ഈ അമ്മാവൻ കാരണന്മാരും തമ്മിലുള്ള യുദ്ധങ്ങൾ, ഈ വാക്കു തർക്കങ്ങളും പ്രശ്നങ്ങളും അവരുടെ അവകാശങ്ങൾ തർക്കങ്ങളൊക്കെയാണ്. പിന്നെ പാടവും കൊയ്ത്തും ബഹളമൊക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ അടിപൊളിയൊക്കെയാണ്. അപ്പൊ അതിന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് സോമൻ, കവിയൂർപ്പനും സുകുമാരി, ശങ്കരാടി, പപ്പു, അതിന് പിന്നെ ആ തുടക്കക്കാരനായ മാളാരവന്തൻ, പിന്നെ രണ്ടാമത്തെ TG രവി സ്വന്തമായിട്ടൊരു പടത്തിന് ശേഷം രവിയാണ് ഇതില് ഒരു സപ്പോർട്ടിംഗ് ക്യാരക്ടറായിട്ടൊരു റോള് ഉണ്ട്. അങ്ങനെ ആ പടം എടുത്തു. പടം എടുത്തപ്പോൾ എനിക്ക് തോന്നി ഇതൊരു പഴഞ്ഞ സബ്ജക്റ്റാണ് എന്നൊരു തോന്നലുണ്ട്. അപ്പൊ അതിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ അത് എറണാകുളം മാതാ ടൂറിസ്റ്റ് ക്യാമ്പിൽ ഞങ്ങൾ അതിന്റെ പ്രവർത്തനം നടത്തി. അപ്പൊ അതിന് എൻ്റെ അസിസ്റ്റന്റ് KG ജോർജിന്റെ മേള എന്ന പടത്തില് അസിസ്റ്റൻസ് ആയിരുന്ന 2 പേരാണ് എൻ്റെ അസിസ്റ്റൻസ് ആയിട്ട് അവിടെ വർക്ക് ചെയ്തത്. അതിലൂടെ ഗിരീഷുണ്ട്. ഗിരീഷ് കണ്ടാൽ എൻ്റെ ആദ്യത്തെ പടത്തിൽ അസിസ്റ്റന്റ് ഗിരീഷ് ഉണ്ട്. അപ്പൊ ഇത് വർക്ക് ചെയ്യുമ്പോ ഞാൻ ചിലപ്പോ ഈ അസിസ്റ്റന്റിന്റെ അടുത്ത് എടുക്കാനുള്ള സീനൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ മാർക്ക് ചെയ്ത് കൊടുത്ത സീനുണ്ട്. അവിടെ ഒരു ചെറുപ്പക്കാരനാണ്. അയാൾ എന്നെ കാണുമ്പോൾ ഒന്ന് മാറി നിന്നു. അങ്ങനെ 2 ദിവസം കണ്ടപ്പോൾ ചോദിച്ചു ആരാണ് ഇടയ്ക്കിടയ്ക്ക് വന്നത്, അയാളാരാണ് ചെറുപ്പക്കാരൻ. അപ്പൊ പറഞ്ഞു സാറിന് കാണാൻ വന്നതാണ്, ഇതിനൊരു ചാൻസ് ഉണ്ടോ പറയാം. അപ്പൊ ഈ അസിസ്റ്റന്റിന്റെ മുറിയിൽ പോകുമ്പോൾ അവിടെ ഒരു അപരിചിതനായിട്ടൊരാൾ ചെറുപ്പക്കാരനെ കണ്ടു. എന്നെ കാണുമ്പോൾ അയാളൊന്ന് ഒഴിഞ്ഞ് മാറി നിന്നു. അപ്പൊ ഞാൻ 2 ദിവസം അങ്ങനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ആരാണത്, ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഇവിടെ കാണാറുള്ളത്. അപ്പൊ അദ്ദേഹം ഒരു ചാൻസ് ഈ പടത്തിൽ വല്ലതും ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾക്ക് പരിചയമുണ്ട്, ജോർജ് സാറിന്റെ മേള എന്ന പടത്തിൽ അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നെ പരിചയപ്പെടുത്തണ്ട, ഇതിലില്ലാന്നറിയില്ല, ഇതിലെല്ലാ ക്യാരക്ടറുകളും മിക്സ് ചെയ്താണ്, ഇതില്ലെന്ന്. പക്ഷെ ഏകദേശം പല ദിവസങ്ങളിൽ ഇയാൾ വന്നിരുന്നു. അപ്പോൾ പിന്നീട് ഞാൻ അറിഞ്ഞത് ഇയാളുടെ കൂടെ വേറെ സുഹൃത്തായിട്ടാണ് വരുന്നത്. അയാൾ പിന്നീട് മലയാള സിനിമയിൽ ഒരു പടമൊക്കെ ഡയറക്ട് ചെയ്തു. അൻസാർ എന്ന് പറയും, കലാഭവൻ അൻസാർ. ഇവർ 2 കൂടിയാണ് വന്നിരുന്നത്. തുടക്കം ഇത് 80-ലാണ് ഇപ്പം, തുടക്കത്തിൽ 80 ആദ്യമായിട്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇതിന്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചു. ഷൂട്ടിംഗ് സ്ഥലത്തൊക്കെ ഇടയ്ക്ക് കാണാം ഈ 2 കക്ഷികളിൽ വെച്ചാൽ ഈ ഞാൻ പറയുന്ന പുതുമുഖത്തെയും മറ്റേ കൂടെ വന്നത്. ഇത് കഴിഞ്ഞ് ഞാനിതിന്റെ റഷസൊക്കെ കാണാം. ഷൂട്ടിംഗ് കഴിഞ്ഞു, റഷസ് കാണാൻ മദ്രാസിൽ പോണ നേരത്ത് ഞാൻ ഇരിക്കുന്ന ഇതിന്റെ മുമ്പിൽ ഈ പുതുമുഖം ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു താൻ അവിടെ സെറ്റിലൊക്കെ വരാറുണ്ടായിരുന്നില്ല ചോദിച്ചു. ഓ താനിപ്പോ എവിടെ പോകും? മേളയുടെ ഒരു ബാങ്ക് വർക്കുണ്ട്, ഞാൻ മദ്രാസിൽ പോയാലോ അവിടെ സെറ്റിലിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വെരി ഗുഡ് എന്നുകൊണ്ട് ഞാൻ കിടന്നുറങ്ങും ചെയ്തു, രാത്രി കിടന്നുറങ്ങും ചെയ്തു. പിറ്റത്തെ കാലത്ത് അങ്ങനെ യാത്ര ചെയ്ത് വെച്ച് പോയി കഴിഞ്ഞ് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ ചെല്ലുമ്പോൾ എൻ്റെ മുറിയുടെ ഓപ്പോസിറ്റ് മുറിയിൽ മുമ്പിൽ നിൽക്കുന്നുണ്ട്. എന്നെ കാണുമ്പോൾ ഭയങ്കര ഒരു ബഹുമാനമൊക്കെ കാണിച്ചു. തനിക്ക് ഇവിടെയാണ് മുറി കിട്ടിയത്, ചുമ്മാതെ എന്ന് പറഞ്ഞു. എന്താ ഷൂട്ടിങ്ങില്ലേ, സെറ്റായിട്ടില്ല എന്ന് പറഞ്ഞു. ശരി, ഞാൻ മുറിയിൽ പോയി കുളിച്ചു ഫ്രഷായി നേരെ പോയി റഷസ് കാണാൻ പോയി. മദ്രാസ് പ്രസാദ് ലാബിലേക്ക്. അവിടെ നിന്നിപ്പോൾ റഷസ് ആയിട്ടില്ല. തിരിച്ചു വന്നപ്പോൾ ഈ മനുഷ്യനിവിടെ ഞങ്ങൾ ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ വഴി ഞങ്ങൾ കയറുന്നത് ഈ മുറിയുടെ അവിടെ നിന്ന് കാണാം. അപ്പോൾ ഇയാൾ കണ്ടു, ചിരിച്ചു.
ആ അതുകൊണ്ട് ഞാൻ എൻ്റെ മുറിയിൽ പോയി കുറേ ആയിട്ട് പിന്നെ ഇയാൾ പുറത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു താനവിടെ ഇവിടെ വന്നിരിക്കണോ, ഇതിനെ പുറത്തോട്ട് വന്നിട്ട് ഇവിടെ വാ. ഞാൻ വിളിച്ചിരുത്തി. എൻ്റെ പേര് മുഹമ്മദ് എന്നാണ്, മുഹമ്മദ് കുട്ടി. അന്ന് ആ മനുഷ്യനെ ഞാൻ പരിചയപ്പെട്ടു. എന്നിട്ട് അടുത്ത ദിവസം ഞാൻ റൺസ് കാണാൻ പോകുമ്പോൾ തനിക്കൊന്ന് വർക്കുണ്ടോ എന്ന് ചോദിച്ചു അയാളോട്. അപ്പോൾ ഇല്ല, സെറ്റായിട്ടില്ല. എന്നാൽ വാ, താനും വാ, താൻ സിനിമയുടെ റഷ് കണ്ടിട്ടോ ചോദിച്ചു. റഷ് അതെന്താണത്? ഞാൻ ഷൂട്ട് ചെയ്തതാണ്, സൗണ്ട് ഒന്നും ഇല്ലാതെ അപ്പോൾ കാണുന്നതാണ്, എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി പോകുന്നതാണ്. ഞാൻ വേണമെങ്കിൽ ബിരിയാണി പാടുമെന്നിട്ട് ഞാൻ ആരുടെ അടുത്ത് അങ്ങനെ വലിയ സാധാരണമാര് പെരുമാറുന്ന വിളിച്ചാടി കയറ്റി. അങ്ങനെ ഇന്നത്തെ പ്രശസ്ത മെഗാസ്റ്റാർ ആദ്യമായിട്ടൊരു പടത്തിൻ്റെ റഷ് കാണുന്നത് അതിലാണ്. ഇതിപ്പോൾ ഡിജിറ്റൽ യുഗത്തിൽ എല്ലാം എടുക്കണത് അപ്പം കാണാമല്ലോ, പണ്ട് അത് പറ്റില്ല. അന്നത്തെ ആ പുതുമുഖ നടനാണ് ഇന്ന് മെഗാസ്റ്റാറായി പടർന്ന് പന്തലിച്ച് മലയാള സിനിമ കീഴടക്കിയിരിക്കുന്നത്. അതെനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് ആ ബന്ധം വളർന്ന് ഞാൻ മദ്രാസിൽ നിന്ന് എറണാകുളത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരാഴ്ചയിൽ 3 ദിവസമെങ്കിലും എന്നെ കാണാൻ വരും. ഓരോ സെറ്റിൽ പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരുപാട് ത്യാഗം സഹിച്ചാണ് ആ താരം ആ ലെവലിൽ എത്തിയത്. കാരണം ഒരുപാട് ഡയറക്ടർമാരുടെ അടുത്ത് പോയി തിക്താനുഭവങ്ങളൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ എൻ്റെ അടുത്ത് വന്ന് ഷെയർ ചെയ്യും. ആദ്യത്തെ കാണാൻ പറ്റും. ഇങ്ങനെ പറഞ്ഞു, ഒരു സംവിധായകൻ പറഞ്ഞത് കാലത്ത് എഴുന്നേറ്റ് വന്നോളും, കണ്ണടയിൽ മുഖം നോക്കിയോളൂ, ഒരു താരാമ എന്ത് യോഗ്യത എനിക്കുള്ളത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി അപകസിച്ച് വിട്ടിട്ടുള്ള ആൾക്കാർ. ആ സംവിധായകൻ തന്നെ ഇങ്ങനെ വിളിച്ച് ഇദ്ദേഹത്തെ വിളിച്ച് പിന്നീട് അഭിനയം ഹീറോ ആക്കി പടമെടുത്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പവർ, ഈ നടൻ്റെ വ്യക്തി വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ സംവിധായകന് നടനെ വേണമായിരുന്നു. അങ്ങനെയൊക്കെ പടങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം അതിങ്ങനെ കുറേ പടങ്ങൾ. അപ്പം ഞാൻ ബന്ധപ്പെടുന്ന പടങ്ങളിൽ ഇപ്പോൾ എൻ്റെ ഒരു കഥയാണ് രചന. അപ്പോൾ ആ രചനയുടെ കഥ ഷൂട്ടിംഗ് സമയത്ത് അതിലൊരു ചെറിയ റോള് ഈ നടൻ അഭിനയിച്ചിട്ട് സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ട് അതോടെ. പിന്നെ അവിടെ നിന്ന് പല പടങ്ങളിൽ ഞാൻ തന്നെ കഥ എഴുതിയ ഈ തള്ളിത്തിരിയാനും പടത്തിൽ ഹീറോ ആണ്. അതിനു മുമ്പ് പല പടങ്ങളിലും അധികം ഹീറോ ആയി അഭിനയിച്ചു കൊടുത്ത് പേരെടുത്തു. അങ്ങനെ വളർച്ച ഞങ്ങളൊരു കാലഘട്ടം വരെ ഞങ്ങൾ കൊണ്ടുവരണം. അത് ഒരു അഭിമാനത്തോടെ ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആ വ്യക്തി പ്രഭാവം. തേടി ഇതിൻ്റെ വർക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ റീഡിക്കടി നടക്കാൻ പ്ലാൻ ചെയ്യണമെങ്കിൽ ഒരു പാട്ട് അതിൽ ചേർക്കണമെന്നൊരു തോന്നൽ വന്നു. അതനുസരിച്ച് ഞാൻ ദേവരാജ മാഷെ പോയി കാണാൻ പോകുമ്പോൾ എഴുതാനായിട്ട് വരികൾ എഴുതാനായിട്ട് ആർക്കെ താമരുന്ന ഞങ്ങളുടെ സുഹൃത്തിനെ കൂടി കൊണ്ടുവരുന്നു. അവിടെ ചെന്നപ്പോൾ മാഷക്ക് ഭയങ്കര ബിസിയായി, മാഷക്ക് ഭയങ്കര തിരക്ക്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന മാർച്ച് 31 ഒരു സെൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാഷ് പറഞ്ഞു, അതിനൊരു കാര്യം ചെയ്യാൻ, പടം ഞാനൊരു ട്രാക്ക് ഇടാം, ആ ട്രാക്ക് ഇട്ട് തരാം, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപോലെ നമുക്ക് റീകാർഡ് ചെയ്യാൻ തോന്നും. അപ്പോൾ എനിക്കത് ആ ട്രാക്കിന് കാശ് മുടക്കണം, പിന്നെ റീകാർഡിന് വേറെ കാശ് മുടക്കണം. കാശ് വേണമെന്നൊക്കെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ കാശ് വേണ്ടേ. അങ്ങനെ ഞാൻ പറഞ്ഞു, ശരി എന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് പോയി. അന്നൊരു പുതുമുഖം, അതായത് ഒരു പടത്തിൽ റീകാർഡിങ് മാത്രം ചെയ്തിട്ടുള്ള തൃശ്ശൂർക്കാരൻ ടേക്കാറുണ്ട്, ജോൺസൺ. അപ്പൊ ജോൺസൺ കൊള്ളാമെന്ന് എൻ്റെ എഡിറ്റർ പറഞ്ഞു, MP സുരേഷ്. അങ്ങനെ ജോൺസനെ ഇവിടെ കണ്ടാൽ ജോൺസനെ. അപ്പൊ ജോൺസൺ ആണെങ്കിൽ ദേവരാജ മാഷർക്കും അസിസ്റ്റന്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ജോൺസനെ അന്വേഷിച്ച് പോയപ്പോൾ AVM സ്റ്റുഡിയോയില് റീകാർഡിങ് നടക്കും, തമിഴ് പടത്തിന്റെ റീകാർഡിങ് നടക്കുന്നുണ്ട്. അതായത് ഏളരാജയുടെ റീകാർഡിങ് സെറ്റില് ജോൺസൺ എടുത്തിട്ട് വയലിൻ വായിക്കുക. ബ്രേക്കിൽ ഞാൻ ജോൺസനെ വിളിച്ച്, ജോൺസൺ ഇങ്ങനെ സിനിമ ചെയ്തിട്ട് എനിക്കൊരു പാട്ട് ചെയ്യണം, എൻ്റെ റീകാർഡിങ് വേണം. അപ്പൊ ജോൺസനാകാത്ത ഒരു പാട്ടോ, ഞാനിതുവരെ പാട്ടൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് ധൈര്യമുണ്ടോ പാട്ട് ചെയ്യാൻ? അനിയുടെ ധൈര്യം തന്നാൽ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അതുപോരാ, എനിക്ക് സെൽഫ് കോൺഫിഡൻസ് ആയിട്ട് പാട്ട് ചെയ്യാന്ന് ഉറപ്പുണ്ടെങ്കിൽ കുറച്ചേരം ആലോചിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ചെയ്യാല്ലേ, ചെയ്യാം, ഈ കോൺഫിഡൻസ് ആയിട്ട് പറഞ്ഞു നമുക്ക് ചെയ്യാം.
ഞാൻ എല്ലാത്തിലും ഭയങ്കരമായിട്ട് പോസിറ്റീവായി ചിന്തിക്കുന്നതാണ്. എന്താ പറ്റാത്തത്? ആകാശത്ത് വരണമെന്നല്ലോ. ഓരോരുത്തരുടെ അവർക്കുള്ള കലാപരമായ വാസനകൾ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. പിറ്റേത് ഞങ്ങള് ഈ പടം സിനിമ മുഴുവനായിട്ട് ജോൺസനെ കാണിക്കുന്നു. അപ്പൊ ജോൺസൺ അതിന് വേണ്ടി ഒരു പാട്ടിന് മ്യൂസിക് ഉണ്ടാക്കണം. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ജോൺസന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഔസേപ്പച്ചനും വന്നിട്ടുണ്ട് അവിടെ വയലിനൊക്കെ ആയിട്ട്. പിറ്റേ ദിവസം ഞങ്ങള് ആ പാട്ട് കമ്പോസ് ചെയ്തിട്ട് ആർക്കെ രാമാനം വരികൾ എഴുതി പാട്ടുണ്ടാക്കി. പിറ്റേ ദിവസം പി ജയചന്ദ്രൻ എന്നാണ് ഞാൻ പാട്ടുകാരനെ കൊണ്ട് പാടിക്കുന്നത്. അതൊരു ചരിത്രമാണ്. എന്താ വെച്ചാൽ കാലത്ത് പാട്ട് റെക്കോർഡിങ്, അതിനുശേഷം റീറിക്കോർഡിങ്, പടത്തിന്റെ റീറിക്കോർഡിങ്, അതിനുശേഷം പടത്തിന്റെ മിക്സിങ്, സൗണ്ടും റീറിക്കോർഡിങ്ങും എഫക്റ്റുകളും, അതായത് ഗ്ലാസ് വയ്ക്കണം, അങ്ങനെയുള്ള എഫക്റ്റുകളും ഒക്കെ കൂടി ചേർത്തിട്ട് പുലർച്ചെ 4 മണി വരെ 3:30 വരെയുണ്ട് ഞങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ആണ്. കാരണം 2 ദിവസം കഴിഞ്ഞിട്ട് സെൻസറിന് കൊടുക്കേണ്ടതാണ്. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് എല്ലാ വർക്കും ചെയ്തു. ഇതിപ്പോ ഒരു 6-7 ദിവസം അല്ലെങ്കിൽ 10 ദിവസം വേണ്ട വർക്ക് ഒരു ദിവസം കൊണ്ട് അടിച്ചു തീർന്നു. അപ്പൊ ഇത് ജോൺസൺ പിന്നീട് വലിയ വിഷ്വൽ ഡയറക്ടറായി വളർന്നു. എനിക്ക് അഭിമാനമുണ്ട്, എനിക്ക് സന്തോഷമുണ്ട്. ഞാനൊക്കെ ഒരു നിമിത്താണ്, അല്ലാതെ എന്റെ കഴിവൊന്നുമല്ല. ഞാൻ എല്ലാവർക്കും സ്മിതയ്ക്കായാലും ശരി, ജോൺ പോളിനായാലും ശരി, മരാചല ബാബുവിനായാലും ശരി, കലയുടെ എഴുത്തിനായാലും ആദ്യ അവസരം കൊടുക്കുന്നത് എനിക്കൊരു നിമിത്തം കിട്ടി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരുടെ കഴിവുകൊണ്ട് അവർ തന്നിരിക്കുന്നത്. അവരെ ജോൺസൺ ഭാഷ അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഈ പാർവതി ഭരണത്തില് അനുശ്രീ അശോകൻ കൊടുത്തത് വിശ്വഭരണായിരുന്നെങ്കിലും അത് അനുശ്രീ അശോകന്റെ കഴിവാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം വെറുതെ അമ്മ മിച്ച തരണ എന്ന് പറയുന്ന ഒരു സീനില് അവർ കയ്യിലെടുത്തിട്ടതാണ് അമ്മ അമ്മ അമ്മ. അപ്പൊ ആ ബോംബെയിലെ പാട്ടിന്റെ താളത്തിന് പാടിയപ്പോൾ ജനങ്ങൾ അത് ഏറ്റുപിടിച്ചു. അങ്ങനെ ഇതിനൊക്കെ ഒരു അവസരം എനിക്ക് അതിന് കിട്ടി. ഞാനത് നിന്ന് കൊടുത്തു. അത് എന്റെ ഫോട്ടോഗ്രാഫി ലൈഫിൽ എനിക്ക് തളർച്ച വന്നെങ്കിലും സിനിമയിലും തളർച്ച വന്നു എന്ന് തന്നെ പറയാം. അത് ലൈഫിന്റെ ഒരു ടേണിങ്ങാണ്. അതിനുശേഷം ഞാൻ പിന്നെ കുറച്ച് പടങ്ങൾ എഴുതി. ലാസ്റ്റൊക്കെ വന്ന തസ്കര വീരൻ, മാണിക്യൻ, ഇങ്ങനെ കുറച്ച് പടങ്ങളൊക്കെ ഞാൻ പിന്നീട്. അതുപോലെ മലയാളത്തിലെ ഇന്ത്യയിലെ ഒരു ബെസ്റ്റ് വില്ലനായിരുന്ന അഞ്ജുതക്കാർ അഭിനയിച്ച പടമുണ്ട്, ഈ ലോകം ഇവിടെ കുറേ മനുഷ്യർ. അതിന് കഥ എഴുതാൻ വായിക്കുണ്ടായി. പിന്നെ മധു റഹ്മാൻ അഭിനയിച്ച ഇവിടെ ഈ തീരത്ത്, അങ്ങനെ കുറച്ച് പടങ്ങളൊക്കെ എഴുതി. ഇങ്ങനെ ഇപ്പൊ സ്വസ്ഥ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഇതിനിടയ്ക്ക് ഞാൻ എൻ്റെ സ്റ്റുഡിയോ ഞാൻ വിറ്റു. നമ്മുടെ ഫ്രണ്ടിന് കൊടുത്തു. അതിൻ്റെ ഒഴുകി ഞാൻ എറണാകുളത്ത് താമസിക്കുകയായിരുന്നു പറഞ്ഞത്. അപ്പോൾ പ്രായം ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു ബ്ലോക്കൊക്കെ വന്നതിനകത്ത് മകൻ വന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിലാണ് ഇപ്പം ഇരിക്കുന്നത്, മകൻ്റെ വീട്ടിലാണ് ഇപ്പം താമസിക്കുന്നത്. മാത്രമല്ല അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു വലിയ ഭാഗ്യം കിട്ടിയത്, എനിക്ക് ഒരുപാട് സമയം ഫ്രീ കിട്ടിയപ്പോൾ ഞാനൊരു പുതിയ കഥ എന്ന് പറയാൻ പറ്റില്ല, ഒരു പുസ്തകം എഴുതി. അതൊരു 3-4 കൊല്ലത്തെ സ്റ്റഡിയൊക്കെ എഴുതിയ പുസ്തകമാണ് ഇത്. നീ എവിടെയായിരുന്നു എന്നുള്ള പുസ്തകം. ഈ നീ എവിടെയായിരുന്നുള്ള പുസ്തകം ഇതൊരു 2000 വർഷം മുമ്പ് നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു ജീവിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പുറത്തു വരാത്ത, അതായത് 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള അദ്ദേഹത്തിന്റെ ജീവിതം, രഹസ്യ ജീവിതം എന്നാണ് അദ്ദേഹത്തെ കുറിച്ച്, അല്ലെങ്കിൽ ആ ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലേക്കൊന്ന് ഞാൻ കടന്നു വന്നിട്ട് എനിക്ക് വളരെ ആത്മസംതൃപ്തി കിട്ടിയ പുസ്തകമാണ് നീ എവിടെയായിരുന്നു. അതിന് പശ്ചാത്തലം ഒരുക്കിയ സ്ഥലം ഇസ്രായേലാണ്. അവിടുത്തെ പ്രകൃതിയും അവിടുത്തെ അവരുടെ രീതികളൊക്കെയാണ് ഈ പുസ്തകത്തിലുള്ളത്. ഈ പുസ്തകത്തിന് പശ്ചാത്തലം ഒരുക്കിയത് ഇസ്രായേലാണ്. ഇസ്രായേലിനെ കുറിച്ച് കുറച്ച് സ്റ്റഡി ചെയ്തു. അവിടുത്തെ ജീവിത രീതി, അവിടുത്തെ ഭൂപ്രകൃതിയൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ആ പുസ്തകം എഴുതുന്നത്. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തതിനു ശേഷം എനിക്ക് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി. 4 കൊല്ലത്തെ എന്റെ പ്രയത്നം വെറുതെ ആയില്ല. ഈ പുസ്തകം പ്രകാശനം നിർവഹിച്ചത് ആദരണീയനായ കാലടി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ. പിന്നെ അതിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങിയത് എന്റെ സുഹൃത്തും ആയ സിബി മലയിൽ ആണ്. അതിന്റെ പുസ്തകം ആദ്യ പ്രതി ഏറ്റുവാങ്ങിയത്. സിബി മലയിൽ ആദ്യ പ്രതി ഏറ്റുവാങ്ങിക്കൊണ്ട് പറഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞു,
ഞാൻ സിനിമ പഠിച്ചുകൊണ്ടിരിക്കുന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ സിനിമ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിൽ ആകെ തോന്നിയൊരു ആഗ്രഹം ആൻഡി ഈസ്റ്റ്മാനായിട്ടൊന്ന് പരിചയപ്പെടണം. അദ്ദേഹത്തിൻ്റെ അടുത്തൊന്ന് പരിചയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായി മാറിയാൽ എനിക്ക് പടങ്ങൾ കിട്ടും എന്നുള്ളൊരു വല്ലാത്തൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ കാലങ്ങൾ മാറി അദ്ദേഹത്തിൻ്റെ പടം ഞാൻ ചെയ്തു വെക്കുന്നത് വേറെ വസ്തു. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ട്. കുറേ ആൾക്കാർക്ക് ഒരു നിമിത്തമാവാൻ എനിക്കൊരു അവസരം കിട്ടിയത് അത് എന്തൊക്കെയാണ്. കാരണം ഞാനൊരിക്കലും പണത്തിന് വേണ്ടിയിട്ട് ഒരു വർക്ക് ചെയ്തിട്ടില്ല, ഫോട്ടോഗ്രാഫിയിലായും ചെയ്തിട്ടില്ല, സിനിമയിലായും ചെയ്തിട്ടില്ല. പിന്നെ സ്നേഹം, സൗഹൃദം ഇതിനൊക്കെ ഒരു ഭയങ്കര വില കൊടുത്തിരുന്നു. ഇന്നും ഞങ്ങള് ആ 40 കൊല്ലം മുമ്പുള്ള ഞാനും ജോൺ പോളും കലു ഡേവിസും യുദ്ധമായിട്ടുള്ള ബന്ധം ഇന്നും അതേ ലെവലിൽ നിൽക്കുന്നുണ്ട്. ഈ ഞങ്ങള് ഈ മറ്റു ഞാൻ ഇല്ലാത്ത 3 പേരാണ് എൻ്റെ പുസ്തക പ്രകാശനത്തിന് അത് സംഘാടകരായിട്ട് നിന്നത്. അതിലെനിക്ക് അഭിമാനമുണ്ട്. അങ്ങനെ ഇപ്പൊ ഇവിടെ മലക്കപ്പും ബാക്കിയുള്ള ജീവിതം എന്താണ്, ഇപ്പൊ കൊറോണ കാലമാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ സിനിമ ശരിക്കും പറഞ്ഞാൽ പരാജയം തന്നെ പറയാം സിനിമ അതിൽ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, പുതിയ സിനിമാക്കാരോട് ഞാൻ എൻ്റെ അനുഭവങ്ങളിൽ വെച്ച് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്താഗ്രഹിക്കുന്നത്, എങ്ങനെ വേണം ഒരു വിഷയത്തെ കൈകാര്യം, ഇതിന് നിശ്ചിത നിയമങ്ങളൊന്നുമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നതുമായ സിനിമ ഉണ്ടാക്കുക. വ്യത്യസ്തമായ സബ്ജക്റ്റുകൾ, പുതുമയുള്ള സബ്ജക്റ്റ്, കഴിയുന്നതും നമ്മുടെ നാട്ടിൽ കണ്ടുപരിചയമുള്ള വിഷയങ്ങളിൽ മറ്റാരും കാണാത്ത വിഷയങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക, അത് സിനിമയാക്കുക. അപ്പോൾ പുതിയ അനുഭവങ്ങൾ നിങ്ങളിലൂടെ പുതുതലമുറയ്ക്ക് ലഭിക്കുകയും ചെയ്യും. കഥാപാത്രങ്ങൾക്ക് അനുസരിച്ചുള്ള നടന്മാരെ കണ്ടെത്തുക നിങ്ങൾ വഴി കുറേ ആൾക്കാർ. കാരണം ഒരു വളരെ വലിയ സത്യം ഞാൻ പറയാം, ഇവിടെ ലബ്ധപ്രതിഷ്ഠ നേടിയ സംവിധായകരൊന്നും ഒരു നായകനെയും വളർത്തിയിട്ടില്ല. നായകന്മാരെ പുതുമുഖങ്ങളും ഇന്നത്തെ പ്രശസ്ത താരങ്ങളെയും കൊണ്ടുവന്നത് അന്നത്തെ പ്രശസ്തമായ സംവിധായകരൊന്നുമില്ല. ഇപ്പോൾ മമ്മൂട്ടിയെ കൊടുക്കുന്നത് താരതമ്യേന അവാർഡ് പടങ്ങളിൽ നിൽക്കുന്ന ജോർജിന്റെ പടത്തിലും അതുപോലെ MTയുടെ കെയറോഫിലെ ആസാദ് ചെയ്ത പടമാണ് വിൽക്കാനുള്ള സ്വപ്നം. അതിലൊരു ചെറിയ കഷ്ണം എടുത്തിട്ടാണ് മമ്മൂട്ടി വരുന്നത്. അവരൊന്നും കച്ചവട സിനിമയുടെ ആൾക്കാരല്ല. പിന്നെ ബാസലിന്റെ ആദ്യ പടം എന്ന് പറയുമ്പോൾ അങ്ങേർക്ക് പേരൊന്നുമില്ല. അപ്പൊ ആ പുതുമുഖ സംവിധായകന്റെ പടത്തിലാണ് മോഹൻലാൽ വന്നത്. അങ്ങനെ ഓരോ വ്യക്തികൾക്കും ഈ തുടക്കക്കാർക്കും തുടക്കം പുതിയ ആൾക്കാരിടാൻ കച്ചവട സിനിമക്കാർക്ക് ഭയമാണ്. അത് ഞാൻ പ്രാവശ്യം ഈ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ ശശിയോട് പറഞ്ഞു, ശശി ജോഷിയൊന്നും ഒരു പുതുമുഖങ്ങളെ കൊടുത്തിട്ടില്ല. ആരെങ്കിലും കൊണ്ടുവന്ന് അവർ താരമായി കഴിഞ്ഞാൽ അവർക്ക് ചാൻസ് കൊടുക്കും, അല്ലാതെ അവരായിട്ട് കൊണ്ടിരില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കുറെ ഇന്നത്തെ പുതിയ ജനറേഷൻ, പുതിയ സിനിമക്കാർ പുതുമുഖങ്ങൾക്ക് ചാൻസ് കൊടുക്കുക, പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുക. ഇന്ന് ഇഷ്ടം പോലെ അതിനുള്ള സാധ്യതകളുണ്ട്. പുതിയ ടെക്നോളജിയാണ്, അതനുസരിച്ച് നിങ്ങൾ എടുക്കുന്നത് അപ്പോൾ തന്നെ കണ്ട് നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റും. എറണാകുളത്ത് നിന്ന് ഇവിടെ വന്ന് ഈ ഇന്റർവ്യൂ ഷൂട്ട് ചെയ്ത കെൻ TV അവരുടെ ക്യാമറ യൂണിറ്റിനും ഞാൻ നന്ദി പറയുന്നു.